പ്രിയ കൂട്ടുകാരെ, കാണാക്കാഴ്ചകൾ തേടിയുള്ള എൻ്റെ ഇന്നത്തെ യാത്ര ഇടുക്കി ജില്ലയിൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന വട്ടവട പ്രദേശത്തേക്കാണ്. അടിമാലിയിൽ നിന്നും 70-ൽ പരം കിലോമീറ്ററാണ് വട്ടവടയിലേക്കുള്ളത്. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടി സഞ്ചരിച്ച് ഞങ്ങൾ മൂന്നാറിലും തുടർന്ന് മാട്ടുപ്പെട്ടിയിലും എത്തിച്ചേർന്നു. വളരെ പ്രസിദ്ധമായ മാട്ടുപ്പെട്ടി ഡാമും എക്കോ പോയിന്റുമെല്ലാം പിന്നിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ കുണ്ടള ഡാമിൽ എത്തിച്ചേർന്നു. കുണ്ടള ഡാമും പരിസരവുമെല്ലാം വളരെ മനോഹര കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കുണ്ടള ഡാമിൽ ബോട്ട് സവാരിയും ഫോറസ്റ്റ് അധികാരികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലപ്പെട്ടിയും പിന്നിട്ട് ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഇവിടെ സദാസമയവും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ചില സമയങ്ങളിൽ മഞ്ഞ് മാറുകയും അപ്പോൾ നേരെ എതിർഭാഗത്തേക്ക് നോക്കിയാൽ മീശപ്പുലിമലയിലേക്ക് പോകുവാനുള്ള വഴികളും നമുക്ക് കാണുവാൻ കഴിയും. കുറച്ച് ദൂരം കൂടി നമ്മൾ യാത്ര ചെയ്താൽ നമ്മൾ ഒരു ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്നും അവർ തരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കർശനമായി പാലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ പാമ്പാടും ചോല നാഷണൽ പാർക്കിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഈ പ്രദേശത്ത് സദാസമയവും കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യം ഉള്ളതിനാൽ ഇവിടെ വാഹനങ്ങൾ നിർത്തുവാനോ ഫോട്ടോ എടുക്കുവാനോ പാടില്ല എന്നാണ് ചെക്ക് പോസ്റ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന നിർദ്ദേശം. ഇരുവശത്തും യൂക്കാലിപ്റ്റസ് മരങ്ങൾ വളർന്നു നിൽക്കുന്നതിനിടയിൽ കൂടിയുള്ള യാത്ര പുതിയൊരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുക. പാമ്പാടുംചോല ദേശീയോദ്യാനത്തിൻ പരിധിയിലുള്ള ഈ റോഡും പരിസര പ്രദേശങ്ങളും വൈകുന്നേരം 5 മണിയോടുകൂടി കാട്ടുമൃഗങ്ങളുടെ ഒരു വിഹാര കേന്ദ്രമായി മാറും. വൈകുന്നേരങ്ങളിൽ കാട്ടുപോത്തുകളാണ് സാധാരണയായി ഇവിടെ കൂട്ടമായി വരാറുള്ളത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അവയോടൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുകയോ അവയെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്താൽ നമ്മുടെ മേൽ പലവിധ വകുപ്പുകൾ ചുമത്തി കേസ് വരുവാൻ സാധ്യതയുള്ളതിനാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും അവർ തരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കർശനമായി തന്നെ പാലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിതാ ശീതകാല പച്ചക്കറികളുടെ നാടായ വട്ടവടയിൽ എത്തിച്ചേർന്നു. വട്ടവട ഒരു കാർഷികോൽപ്പന്ന പ്രദേശമാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതമാർഗം. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും പ്രധാനി സ്ട്രോബെറിയാണ്. നമുക്കൊരു സ്ട്രോബെറി തോട്ടം കണ്ടാലോ? നമ്മളിപ്പോൾ വട്ടവടയിലുള്ള ബാബുവണ്ണൻ്റെ കൃഷിത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്കൊരു മത്തങ്ങ കാണുവാൻ കഴിയുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ മൾബറി ചെടികൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന സൂര്യകാന്തി ചെടികളെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ സൂര്യകാന്തി ചെടിയുടെ പൂവുകളിൽ നിന്നാണ് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഇതാ ഈ കാണുന്നത് സീതപ്പഴം, ഒരെണ്ണം മൂത്ത് പൊട്ടിക്കിടക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഇതാ ബീൻസ് വളർന്നു നിൽക്കുന്നു. ഇത് വെളുത്തുള്ളി. ഇവിടെ ഇതാ പേരയ്ക്ക പഴുത്തു നിൽക്കുന്നു. ഇതാണ് കാബേജ് തോട്ടം. കാബേജുകളെല്ലാം ഇപ്പോൾ വിളവെടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന സമയമാണ്. ഇവിടെ ധാരാളമായി കാബേജുകളുണ്ട്, കാബേജ് കൃഷിയുണ്ട്. ഇവിടെ മാത്രമല്ല, വട്ടവടയിൽ എല്ലായിടത്തും ഇപ്പോൾ കാബേജ് വിളവെടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന സമയമാണ്. ഇതാണ് സ്ട്രോബെറി. സ്ട്രോബെറി എന്നാൽ വട്ടവടയുടെ ജീവനാഡി എന്നാണ് അർത്ഥം. ഇത് വിളവെടുപ്പ് പകുതിയായതാണ്. എങ്കിലും ഇവിടെ നിറയെ ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇത് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ രതീഷ്, അമ്പിളി, ലീല. നടുവിൽ നിൽക്കുന്നത് കൃഷിയുടെ ഉടമയാണ്. സ്ട്രോബെറി ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഇനി അടുത്ത വിളവെടുപ്പിന് സ്ട്രോബെറി പാകമായി വരുന്നതേ ഉള്ളൂ.
എങ്കിലും ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണമെല്ലാം പഴുത്ത് നിൽക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതാണ് നമ്മുടെ കറികൾക്കെല്ലാം ടേസ്റ്റ് കൂട്ടുന്ന വെളുത്തുള്ളി ഇവിടെ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ കറിക്കെല്ലാം ചേർക്കുന്ന കടുകും ഇവിടെ കൃഷി ചെയ്യുന്നു. വീടിൻ്റെ പരിസരങ്ങളിൽ പലവിധ പൂക്കളെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് ഉയരം കുറഞ്ഞ പേരയാണ്. ഇതാണ് മാതള നാരകം. ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. വളരെയേറെ സ്വാദേറിയ സ്ട്രോബെറി ജാമും പൈനാപ്പിൾ ജാമും പേരയ്ക്ക വൈനും എല്ലാം ഇവിടെ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നു. ഏതൊരാൾക്കും സ്ട്രോബെറി ജാമും പൈനാപ്പിൾ ജാമും പേരയ്ക്ക വൈനും എല്ലാം അവർ സ്വാദ് നോക്കാനായി നൽകുന്നതാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ കൂടി അമർത്തിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന എല്ലാ വീഡിയോയുടെയും ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ലഭിക്കുന്നതായിരിക്കും. ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മെസ്സേജായി ലഭിക്കുന്നതാണ്. ഇനിയും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ വിട പറയുന്നു. ഗുഡ് ബൈ.